എത്ര വലിയ ദുഃഖം വന്നാലും ദുരന്തം വന്നാലും അതൊക്കെ സഹിക്കാൻ പ്രാപ്തിയായിക്കൊണ്ട് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ, വലിയ ഒരു ശക്തിയേറിയ ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് കുന്തിദേവി മഹാഭാരതത്തിൽ. എന്നാൽ ആ ശക്തിക്കുള്ള അടിസ്ഥാനം എന്താ? അത് അമ്മയുടെ ഭക്തിയാണെന്നാണ്. ഏത് സമയവും ആ ഭഗവാനെ ആശ്രയിച്ചും കൊണ്ടാണ്. അത് കാരണം തന്നെ ആപത്ത് വന്നാലും, ആപത്ത് വരും. പാണ്ഡവന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ എത്രയധികം ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് അവർ. പക്ഷെ എപ്പോഴും ഭഗവാന്റെ ഒരു കടാക്ഷം അവരുടെ നേർക്കുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 77ാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഹരേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. 77ാമത്തെ ദശകത്തിൽ പിന്നീട് ഭഗവാൻ ആ മഥുരയിൽ ആടിയ ലീലകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആദ്യം പറയണു, 75ാമത്തെ ദശകം കംസവധത്തേക്ക് എത്തുന്നതിന് മുൻപ് മഥുരാപുരിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ച സമയത്ത് സൈരന്ധ്രി എന്ന് പറയുന്ന ഒരു യുവതിയെ ഭഗവാൻ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അവൾക്ക് 3 കൂനായിരുന്നു. അപ്പോൾ എല്ലാവരും അവളുടെ ആ ശരീര രൂപത്തിനെ കണ്ടിട്ട് അവളെ പരിഹസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവളുടെ ഭാവം സാത്വികമായിരുന്നു, ശുദ്ധമായിട്ടുള്ള ഹൃദയമായിരുന്നു. അത് കാരണം തന്നെ ആ ഭഗവാന് ആ കുറിക്കൂട്ടുകൾ കൊടുത്ത സമയത്ത് ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു അല്ലേ. അവളുടെ ആ മുക്കൂനൊക്കെ മാറ്റി കൊടുത്തു. ഒന്ന് ഭഗവാന്റെ സ്പർശം കൊണ്ടപ്പോഴേക്കും അവളുടെ ആ വൈരൂപ്യമൊക്കെ മാറി അല്ലേ, സുന്ദര ആ സ്വരൂപമായി എന്ന് പറയുന്നു. അന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഭഗവാന്റെ കൂടെ രമിക്കാനായിക്കൊണ്ട്. അന്ന് ഭഗവാൻ പറഞ്ഞതാണ്, തനിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് അല്ലേ ആ കംസവധം മുതലായിട്ടുള്ള ദുഷ്ടനിഗ്രഹം മുതലായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താൻ വന്നോളാം, താൻ അനുഗ്രഹിച്ചോളാം എന്നവിടെ വാക്ക് കൊടുത്തിരുന്നു. കൽപ്പത്തൂര് പറയണു, ഇന്നതാ ഈ സാഹചര്യത്തിൽ ഉദ്ധവദൂത് കഴിഞ്ഞിട്ടാണ് ഈ സൈരന്ധ്രിയെ അനുഗ്രഹിക്കണ ഭാഗം പറയണത്. അവൾ എന്നും കാത്തു നിൽക്കും തൻ്റെ പ്രാണനാഥനായിട്ടുള്ള ആ ഭഗവാനെ അനുഗമിക്കാനായും കൊണ്ട്, തൻ്റെ ഗൃഹത്തിലേക്ക് അനുഗമിക്കാനായും കൊണ്ടും അവിടെ ആ ഭഗവാനുമായിട്ട് ഒത്തുരമിക്കാനായും കൊണ്ടും അവൾ ആഗ്രഹിച്ചും കൊണ്ട് മനസ്സ് ആ ഭഗവാനിൽ തന്നെ വെച്ചും കൊണ്ട് എന്നും കാത്തിരിക്കും എന്നാണ്. അങ്ങനെ അവളുടെ ആ ആഗ്രഹം മനസ്സിലാക്കിയില്ലേ. ഭാവം എന്തായാലും വേണ്ടില്ല. ഗോപികമാർക്കും അതേ ഭഗവാനോട് അനുരാഗമായിരുന്നു. ഇവിടെ അതെ ആ കാമം ആയിട്ടുള്ള ഭാവമാണെന്നുണ്ടെങ്കിലും അതിനെയും കൂടി ശുദ്ധമാക്കണു. ഭഗവാന്റെ നേർക്കാവണ സമയത്ത് അതിനും കൂടി ശുദ്ധത വരണു, ഭക്തിയായി തീരണു. അപ്പോൾ തൻ്റെ ആ പാദങ്ങളിലാണ് അവളുടെ ശ്രദ്ധ എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ഒരു ദിവസം ഉദ്ധവരുടെ കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ അവളെ അനുഗ്രഹിച്ച് ഭഗവാൻ ചോദിച്ചു എന്നാണ്, എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മെൽപ്പത്തൂര് പറയണു, അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സായുജ്യം ചോദിക്കായിരുന്നു അല്ലേ. സായുജ്യം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഭഗവാനാണ്. സായുജ്യാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ് പറയുന്നത്. എന്നാൽ സായുജ്യം തോന്നിയില്ല
വലിയ വിവരവും ജ്ഞാനവും ഒക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ സായുജ്യാവും ചോദിക്കുക എന്ന് മെൽപ്പത്തൂർ പറയുകയാണ്. എന്നാൽ സായുജ്യം തോന്നിയില്ല വെച്ചാൽ ഒന്നുമില്ല വെച്ചാൽ സാമീപ്യെങ്കിലും ചോദിക്കാമായിരുന്നു അല്ലേ? ഏത് സമയവും ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പാകത്തിന് അല്ലേ? ഒരു പക്ഷേ മേൽപ്പത്തൂർ ഉദ്ദേശിച്ചത് ആ പത്നീഭാവം എന്ന് വേണം ചിന്തിക്കാൻ. എന്തായാലും അതുമല്ല അവൾ ചോദിച്ചത്. ഇനിയും അങ്ങ് വരണം, ഇനിയും എൻ്റെ ഗൃഹത്തിൽ വന്ന് ഈ ഗൃഹത്തിനെ അവിടെ ഐശ്വര്യപൂർണ്ണമാക്കണം, എൻ്റെ കൂടെ രമിക്കണം എന്നാണ് വീണ്ടും അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിൻ പ്രകാരം ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. അങ്ങനെ അവളിൽ ഭഗവാൻ ഒരു പുത്രനുണ്ടായി. അതാണ് ഉപശ്ലോകൻ. ഉപശ്ലോകൻ പിന്നീട് നാരദ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയ ജ്ഞാനിയായി തീർന്നു. ഇവിടെ പറയുന്നു സാത്വത തന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ വലിയ അറിവുള്ളവനായി തീർന്നു, അങ്ങനെ ജ്ഞാനിയായി തീർന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു പ്രകരണം അല്ലേ, ഇവിടെ ആ ഒരു സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ദശകത്തിൽ പറയുന്ന മിക്കവാറും കഥകൾ അങ്ങനെയാണ്. ഭാഗവതത്തിൽ ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട് ദശമത്തിൽ. എന്നാലും കഥ പറഞ്ഞു പോകുമ്പോൾ, പ്രത്യേകിച്ച് സപ്താഹ സ്വരൂപത്തിലൊക്കെ സമർപ്പിക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ ഓടിച്ചു പറയുകയേ ചെയ്യാറുള്ളൂ. കാരണം അത് അത്ര പ്രാധാന്യം കൽപ്പിക്കാറില്ല. കാരണം അതിലും പ്രാധാന്യമുള്ള കഥാഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ള രീതിയിലാണ് സാധാരണ ആ ഗുരുക്കന്മാർ പറഞ്ഞു പോവാറ്. പക്ഷേ ഇവിടെ മേൽപ്പത്തൂര് ഈ ഒരു ഭാഗം 4 ശ്ലോകം, ഒരു ദശകത്തിലെ 4 ശ്ലോകം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലീല ഭഗവാന്റെ എല്ലാ ലീലകൾക്കും സമാന രീതിയിലുള്ള പ്രാധാന്യം തന്നെയാണ്, മഹാത്മ്യം തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഇപ്പോൾ മേൽപ്പത്തൂര് തന്നെ ഭാഗവതത്തിലെ മുഴുവനായിട്ട് സംഗ്രഹിച്ചോ ചോദിച്ചാൽ സംഗ്രഹിച്ചിട്ടില്ല. ദശമം കേമായിട്ട് സംഗ്രഹിക്കുന്നുണ്ട്, ആദ്യത്തെ ചില ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച ഭാഗവതം നോക്കുകയാണെന്ന് വെച്ചാൽ പഞ്ചമത്തിലെ പല ഭാഗങ്ങളും മേൽപ്പത്തൂർ പറയണില്ല. അപ്പോൾ അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ മേൽപ്പത്തൂര് വിട്ടിട്ടുണ്ട്. കൂടുതൽ ഭക്തിയായിട്ട് മഹാത്മ്യമുള്ള കഥാഭാഗങ്ങളാണ് മേൽപ്പത്തൂർ പറഞ്ഞിട്ടുള്ളത് നാരായണീയത്തിൽ. അപ്പോൾ പിന്നെ ഈ സൈരന്ധ്രിയെക്കുറിച്ച് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇതിനിപ്പോൾ എന്താ ഇത്ര മഹാത്മ്യം എന്ന് വെച്ചാൽ അവിടെ വീണ്ടും അതെ ആ ഭക്തയുടെ ഭാവമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഭഗവാൻ ഇത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത ദശകം മുതൽ ഭഗവാന്റെ വിവാഹങ്ങൾ പറഞ്ഞു തുടങ്ങും. 16,108 വിവാഹങ്ങൾ കഴിച്ച ആളാണ് ഭഗവാൻ. അവരിലൊക്കെ അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായ ആളാണ് ഭഗവാൻ. പക്ഷേ ഭാഗവതം കഥ കേട്ടിട്ടുള്ളവർക്കറിയാം, മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആ അഹന്ത കാരണം ഈ ഭഗവാന്റെ പുത്രവംശം, ആ യദു വംശത്തിൽ പെട്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരും അവിടെ നശിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അവരുടെ അഹന്ത കാരണം, ആ മഹർഷിമാരെ അപമാനിച്ചത് കാരണം, ധിക്കാരം കാണിച്ചത് കാരണം, അവരുടെ ശാപം സ്വീകരിച്ച് അവരെല്ലാവരും അവസാനം നശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഭഗവാന്റെ പട്ടമഹിഷി എന്നുള്ള ആ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഭഗവാന്റെ പത്നിമാര്, രാജ്ഞിമാര് എന്നുള്ള സ്ഥാനത്ത് ഇരുന്ന് ആ ഒരു ഭാവം അലങ്കരിക്കാൻ സാധിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിലും അവരിലുണ്ടായ പുത്രന്മാര് ആ ഒരു ഭാവം, അതിൻ്റെ ആ ഒരു പവിത്രത മനസ്സിലാക്കാതെ ധിക്കാരത്തോടു കൂടിയാണ് ജീവിതം നയിച്ചത് എന്നുള്ളത് കാരണം അവർ നശിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ സൈരന്ധ്രി ഇവിടെ പറയുന്നുണ്ട് ഭഗവാനോട് ഭക്തി, ഭഗവാനോട് അനുരാഗം, ഈ 2 ഭാവത്തോടു കൂടി പത്നി എന്നുള്ള ഭാവം ഒന്നും അലങ്കരിച്ചിട്ടൊന്നുമില്ല സൈരന്ധ്രിയിലെ. ഇനി ഇത് കഴിഞ്ഞാൽ സൈരന്ധ്രിയെ കാണുമോ? നമ്മൾ ഭാഗവതത്തിൽ അധികം കാണാറില്ല. എന്നാൽ ഇവിടെ ആ ഒരു ഭാവത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും പത്നി എന്നുള്ള ഒരു സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ മനസ്സ് ശുദ്ധമായത് കാരണം അവളിലുണ്ടായ പുത്രൻ മഹാജ്ഞാനിയായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാത്മ്യം എന്നും ഹൃദയത്തിൻ്റെ ഭാവത്തിനാണ് നർത്ഥം. സ്ഥാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഭഗവാൻ വില കൽപ്പിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിലെ ഭാവം എന്താണോ അതിനനുസരിച്ചാണ് ഭഗവാൻ അനുഗ്രഹം തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈരന്ധ്രിയുടെ ആ പുത്രൻ അല്ലെ, ഭഗവാന് സൈരന്ധ്രിയിലുണ്ടായ പുത്രൻ ഉപശ്ലോകൻ മഹാജ്ഞാനിയായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മളായാലും മനസ്സിലാക്കേണ്ടതാണ്. ഹൃദയത്തിൻ്റെ ഭാവത്തിനാണ് കൂടുതൽ മഹാത്മ്യം ഭക്തിയിൽ എന്ന് പറയുകയാണ്. എന്തായാലും അത് കഴിഞ്ഞ് പറയണു അക്രൂരനെ തിരിച്ച് മധുരയിലാണല്ലോ അദ്ദേഹം വസിക്കുന്നത്. അക്രൂരപ്പൻ മധുരയിൽ നിന്ന് വന്നിട്ടാണ് വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ ആ കഥയൊക്കെ കണ്ടതാ. അന്ന് അക്രൂരൻ മധുരയിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ഗൃഹത്തേക്ക് വരണം അല്ലേ, എനിക്ക് വലിയ ആഗ്രഹമാണ് ഭഗവാൻ വന്നിട്ട് എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം എന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. അന്നും എന്താ പറഞ്ഞത്? അന്ന് തിടുക്കായിട്ട് ചെയ്തു കൂട്ടേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, കംസവധം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സാവധാനം പോലെ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് ഇവിടെ ഇനി അക്രൂരൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു. ഏട്ടൻ്റെയും ഉദ്ധവൻ്റെയും കൂടെയാണ് പോയതെന്നും പറയുന്നു മേൽപ്പത്തൂര്. അവിടെ ചെന്ന് അദ്ദേഹം കേമായിട്ട് ഭഗവാനെ സൽക്കരിച്ചു, പൂജിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, അനുഗ്രഹിച്ചു ഭഗവാൻ.
അക്രൂരപ്പനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും അവിടെ സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഈ അക്രൂരനെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. എന്താ, തൻ്റെ തന്നെ ഭക്തന്മാരായിട്ടുള്ള ആ പാണ്ഡവന്മാർ അല്ലേ, അവരിപ്പോൾ കൃഷ്ണൻ ആരാന്നൊന്നും അവർക്കറിയില്ല. അവർ ഇപ്പോൾ ഈ കഥയുടെ ആ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവന്മാർ അവർ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. അവരുടെ മഹാഭാരതം കഥയൊക്കെ അറിയുന്നവർക്കറിയാം, പാണ്ഡവന്മാർ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. ഒരു പ്രായം ചെന്നപ്പോൾ പാണ്ഡു മഹാരാജാവ് മരിച്ചു. മാദ്രീദേവി, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്നിയായിട്ടുള്ള മാദ്രീദേവി അവിടെ സതി ആചരിച്ചും കൊണ്ട് ആ സതി ആചരിച്ചും കൊണ്ട് ആ പത്നിയും അതേ ഈ പാണ്ഡുവിൻ്റെ കൂടെ അവിടെ മരണമടയുകയാണ്. അതിനുശേഷം കുന്തിദേവി ഈ പുത്രന്മാർ, 5 പുത്രന്മാർ കുട്ടികളാണ്, അവരെയും കൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് വരികയാണ്. ഇനി തനിക്ക് ആശ്രയം ആ ജ്യേഷ്ഠൻ്റെ ആ ഒരു സംരക്ഷണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭീഷ്മരുടെ ആ ഒരു സംരക്ഷണം മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ കുന്തിദേവി ഈ കുട്ടികളെയും കൊണ്ട് തിരിച്ച് ഹസ്തിനാപുരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു സന്ദർഭത്തിലാണ് പാരലായിട്ട് ഇവിടെ ഈ കഥ നടക്കുന്നത്. അപ്പോൾ അക്രൂരനോട് പറയുകയാണ്, ചെല്ലു, ഹസ്തിനാപുരിയിലേക്ക് ചെല്ലു, അവിടെ ആ പാണ്ഡവന്മാർ, കുന്തിപുത്രന്മാരുടെ വിശേഷം എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വരൂ അല്ലേ. ഭഗവാൻ അങ്ങനെയാണ്, ഏത് സമയവും തന്നെക്കുറിച്ച് എവിടെയാണോ സ്മരിക്കുന്നത് അല്ലേ, ഒരു ആപത്ത് വന്നാലും തന്നെ ആ സ്മരിക്കുന്ന ആൾക്കാരുടെ നേരെയാണ് ഭഗവാന്റെ ശ്രദ്ധ. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു, കംസവധത്തിന് പുറപ്പെടുമ്പോഴും ഭഗവാന്റെ മനസ്സ് എവിടെയാണ്? ഗോപികമാരുടെ അടുത്താണ്. കാരണം അവരെ നിത്യം ഭഗവാനെ സ്മരിച്ചും കൊണ്ടാണ് കഴിയുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ കുന്തിദേവിയുടെ കഥ പറയുമ്പോൾ പറയും, ഭാഗവതത്തിൽ എല്ലാ സമയവും ആ ഭഗവാനെ കുറിച്ച് മാത്രമേ ആ അമ്മ ചിന്തിക്കാറുള്ളൂ. ഭഗവാൻ സന്തോഷിക്കണേ, ഭഗവാൻ കൂടെ ഉണ്ടാവണേ, എത്ര വലിയ ദുഃഖം വന്നാലും ദുരന്തം വന്നാലും അതൊക്കെ സഹിക്കാൻ പ്രാപ്തിയായിക്കൊണ്ട് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ. വലിയ ഒരു ശക്തിയേറിയ ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് കുന്തിദേവി മഹാഭാരതത്തിൽ. എന്നാൽ ആ ശക്തിക്കുള്ള അടിസ്ഥാനം എന്താ? അത് അമ്മയുടെ ഭക്തിയാണെന്നാണ്. ഏത് സമയവും ആ ഭഗവാനെ ആശ്രയിച്ചും കൊണ്ടാണ്. അത് കാരണം തന്നെ ആപത്ത് വന്നാലും, ആപത്ത് വരും, പാണ്ഡവന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ എത്രയധികം ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് അവർ. പക്ഷെ എപ്പോഴും ഭഗവാന്റെ ഒരു കടാക്ഷം അവരുടെ നേർക്കുണ്ട്. അവസാനം അവർക്ക് മാത്രമേ നമ്മൾ വിജയം കാണുള്ളൂ, സമാധാനം കാണുള്ളൂ, അനുഗ്രഹം കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ദുരന്തം വന്നാലും അവരുടെ മനസ്സിരിക്കുന്നത്, ഉറച്ചിരിക്കുന്നത് ആ ഭഗവാന്റെ കാൽക്കലാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ഒരു കടാക്ഷം എന്നും അവരുടെ കൂടെ ഉണ്ട് താനും. അതേ ഒരു ഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ പാണ്ഡവന്മാർക്ക് കൃഷ്ണൻ ആരാന്നൊന്നും അറിയില്ല. അവരിപ്പോൾ കാട്ടുന്ന ഇങ്ങോട്ട് ഹസ്തിനാപുരിക്ക് എത്തിയിട്ട് ബാക്കിയുള്ള ബന്ധുക്കളെയൊക്കെ പരിചയപ്പെട്ട് വരണേ ഉള്ളൂ, കുട്ടികളാണ്. എന്നാലും ഭഗവാന്റെ കടാക്ഷം ചിന്തിച്ചു നോക്കൂ, അവരുടെ വിവരം അറിയണം, അവർക്ക് സൗഖ്യമല്ലേ അറിയണം, അവരുടെ കഥ എന്തൊക്കെയാണെന്ന് അറിയണം. അതേപോലെ ആ ധൃതരാഷ്ട്ര മഹാരാജാവ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ നടപടികളൊക്കെ എങ്ങനെയാണ്, അദ്ദേഹം വേണ്ട പോലെ ഇവരെ സംരക്ഷിക്കണില്ലേ അല്ലേ, അവർക്ക് ആശ്രയം കൊടുക്കണില്ലേ, ഇതൊക്കെ അറിയണം എന്നുള്ള ഭാവത്തിൽ അക്രൂരരോട് പറയുകയാണ്, ഒന്ന് അങ്ങോട്ട് ചൊല്ലൂ. ഹസ്തിനാപുരിയിലേക്ക് ഈ അക്രൂരിനെ അയക്കുകയാണ് ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അക്രൂരിൻ്റെ കഥ കേട്ടാലും നമുക്ക് തോന്നും, അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഭാഗമാണ്. ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയണു, ഭാഗവതത്തിലായാലും വളരെ ചെറിയൊരു ഭാഗമാണ്. പൊതുവെ പറഞ്ഞ് ശ്രദ്ധ അത്രയ്ക്ക് അങ്ങോട്ട് പോവാത്ത ഭാഗം. എന്നാലും അത് എന്തിനിവിടെ പറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അക്രൂരനായാലും ശരി, പണ്ട് കംസൻ്റെ ആ കീഴിൽ മധുരയിൽ വസിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചിരുന്നു, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ജന്മം കൊണ്ട് എന്താണ് ഒരു ഗുണമുണ്ടായത് അല്ലേ, എന്താണ് ഒരു സുകൃതം ഞാൻ ചെയ്തിട്ടുണ്ടോ അല്ലേ, ഭഗവാനുമായിട്ട് സമ്പർക്കം എനിക്ക് ഉണ്ടായില്ലല്ലോ, എൻ്റെ ആ ഒരു ജന്മം കിട്ടിയതിന് എന്താണ് ഒരു ലാഭം ഉണ്ടായത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാറുണ്ടെന്നാണ്. ഇവിടെ ആ ഭഗവാൻ എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് അക്രൂരിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കി നോക്കൂ. ആദ്യം ആ കംസനെ കൊണ്ട് പറയിച്ച് അക്രൂരിനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു. വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഹസ്തിനാപുരിയിൽ ചെന്ന് അവർക്ക് സൗഖ്യമല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ അദ്ദേഹത്തിനെയാണ് അയക്കുന്നത്. ഇനി ഒരു 2 ദശകം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അക്രൂരിനെ കാണാൻ സാധിക്കും വേറൊരു സന്ദർഭത്തിൽ. അപ്പോൾ എന്താ പറഞ്ഞു വരണത് എന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾക്ക് വളരെയധികം ദുഃഖം വരണ സമയത്ത് നമുക്കൊരു പക്ഷേ തോന്നാം, എൻ്റെ ഈ ജന്മം കൊണ്ട് എന്താണ് ഒരു ലാഭം അല്ലേ, ഒരാളും കൂടി ഒരു ഭാരം കൂടി ഈ ഭൂമിക്ക് എന്നല്ലാതെ എന്താണ് ഇതിനെ കൊണ്ടൊരു ലാഭം, എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്ത വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ആ ഇച്ഛയനുസരിച്ച് തന്നെയാണ്. എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് ഭഗവാൻ നമ്മളെ കൊണ്ട്, അല്ലാതെ വൃഥാവിൽ ഭഗവാൻ ഇങ്ങോട്ട് അയച്ച ഒരാളൊന്നുമല്ല നമ്മൾ.
നമ്മളെ കൊണ്ടും ഭഗവാൻ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കണേ, അതിനെ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് വിചാരിച്ച് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തൻ്റെ ജന്മം കൊണ്ട് എന്താണ് ഉദ്ദേശം, തനിക്ക് ഇങ്ങനെയൊക്കെ ദുഃഖങ്ങൾ വന്നൂലോ, ഇനി എന്തിനാണ് താൻ ഇവിടെ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണ്. എല്ലാം അറിയണ ഭഗവാന് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ അത് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഭഗവാനിൽ നമ്മൾ മനസ്സ് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ മനസ്സിലാവും ചെയ്യും എന്തായിരുന്നു ആ ഉദ്ദേശം എന്ന്. ഇവിടെ അക്രൂരിൻ്റെ കഥ അങ്ങനെ തന്നെയാണ്. ആദ്യം വൃന്ദാവനത്തേക്ക് അയച്ചത് അദ്ദേഹത്തിനെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹസ്തിനാപുരിയിലേക്ക് അയക്കണു. ഇനി സ്യമന്തോപാഖ്യാനം 2 അധ്യായം കൂടി കഴിഞ്ഞാൽ പറയുമ്പോൾ വീണ്ടും ഈ അക്രൂരിനെ പറയും. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്ന് ജനിച്ചിട്ടുള്ളതും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ഓരോ പ്രാരബ്ധങ്ങൾ നേരിടുന്നതും. ഇതിനൊക്കെ ഭഗവാന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ ഭഗവാനെയാണ് ആശ്രയിക്കണമെന്ന് വെച്ചാൽ എന്ത് വലിയ കാര്യങ്ങൾ, എന്ത് വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അത് അവസാനം ആ പാണ്ഡവന്മാരുടേതെന്ന പോലെ നമ്മുടെ ഉന്നതിയിലേക്ക് തന്നെ അത് നയിക്കും ചെയ്യുള്ളൂ. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുക. അക്രൂരിൻ്റെ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ജരാസന്ധനുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഈ ഒരു ദശകങ്ങളിൽ അനേകം കഥാപ്രകരണങ്ങൾ ഒന്നിച്ച് കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇനി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജരാസന്ധൻ അദ്ദേഹത്തിൻ്റെ പുത്രിമാരായിട്ടുള്ള അസ്ഥിയുടെയും പ്രാപ്തിയുടെയും ഭർത്താവായിരുന്നു ഈ കംസൻ. ആ കംസനെ ഭഗവാൻ വധിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിലേ ദുഷ്ടബുദ്ധിയാണ്, കൃഷ്ണനോട് വലിയ പ്രീതിയൊന്നും ഇല്ല ജരാസന്ധന്. പക്ഷെ ഇപ്പോൾ കൃഷ്ണനെ കൂടുതൽ അറിയാൻ സാധിച്ചത് എങ്ങനെയാണ്, തൻ്റെ ആ പുത്രിമാരെ വിധവകളാക്കിയ ആളാണ് അല്ലേ. ആ കംസനെ വധിച്ച സമയത്ത് ആ കംസൻ്റെ ഭാര്യമാരെ വിധവകളായി. അപ്പോൾ ആ ഒരു ദേഷ്യവും കൂടി ഈ ജരാസന്ധന് ഭഗവാനോടായിട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഇവിടെ പറയുന്നു 23 അക്ഷൗഹിണി സൈന്യമായിട്ട് ഇദ്ദേഹം ചെന്നു എന്നാണ് പറയുന്നത് യുദ്ധത്തിന്. അങ്ങനെ ചെന്ന സമയത്ത് ഭഗവാൻ അവിടെ യാതൊരു സംശയമില്ല, ബലഭദ്രസ്വാമിയും ഭഗവാനും കൂടി ആ സൈന്യങ്ങളെ എല്ലാവരെയും അവിടെ നിഗ്രഹിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നിഗ്രഹിച്ചു എന്ന് പറയുന്നു. 23 അക്ഷൗഹിണി സൈന്യം കൊണ്ട് ഇദ്ദേഹം ഒരു വട്ടാണോ വന്നതല്ല, 16 പ്രാവശ്യം ചെന്നു എന്നാണ് പറയുന്നത്. ഇതേ രീതിയിൽ ഈ സൈന്യത്തിന് എല്ലാവരെയും വധിക്കും, ഈ ജരാസന്ധനെ വെറുതെ വിടും. ആ ബലഭദ്രസ്വാമി അദ്ദേഹത്തിനെയും കൂടി നിഗ്രഹിക്കാൻ പുറപ്പെടുമ്പോൾ പറയും വേണ്ട ഏട്ടാ, ആയിട്ടില്ല, സമയം ആയിട്ടില്ല, അങ്ങനെ പറയുക. അപ്പം അതെന്തേ അങ്ങനെയെന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം എന്താ, ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കണം, ഭൂമിയുടെ ഭാരം ഒതുക്കണം അല്ലേ, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനൊരു നിമിത്തമാണ് ജരാസന്ധൻ എന്നാണ്. ഇത് ജരാസന്ധനും അറിയില്ല, ബലഭദ്രസ്വാമിക്ക് അടക്കം അറിയില്ല, പക്ഷെ അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. എന്താ, ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം ഈ സൈന്യവും കൊണ്ട് വന്ന സമയത്ത് അദ്ദേഹത്തിനെയും കൂടി വധിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് 16 പ്രാവശ്യവും വേറെയുള്ള ദുഷ്ടന്മാരെയും കൂട്ടിയിട്ട് ഇദ്ദേഹം വരുമോ? വരില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭഗവാന് ദുഷ്ടന്മാരെ തെരഞ്ഞു പോണ്ട, ജരാസന്ധൻ അവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഇങ്ങനെ വരും യുദ്ധത്തിന്. അവരെയൊക്കെ വധിക്കും, ജരാസന്ധനെ വെറുതെ വിടും, വീണ്ടും അദ്ദേഹം പോവും, ഭൂമിയിൽ വേറെ എവിടെ ദുഷ്ടന്മാരെന്ന് തെരഞ്ഞു പിടിച്ച് അവരുടെ കൂട്ടുകൂടിയിട്ട് വീണ്ടും ഭഗവാനോട് യുദ്ധത്തിന് വരും. ആ ദുഷ്ടന്മാരെ വധിക്കും, ജരാസന്ധനെ വെറുതെ വിടും. അപ്പോൾ ഭഗവാന് ഒരു നിമിത്തമാണ് ജരാസന്ധൻ. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ജരാസന്ധന് ഭഗവാന്റെ കൈകൊണ്ട് മൃത്യു എന്നുള്ള ആ ഒരു സുകൃതം ഇല്ല. അത് കാരണം തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം ജരാസന്ധനെ വധിക്കുന്നത് ഭീമസേനാണ്. അപ്പോൾ ആ ഒരു സുകൃതം അദ്ദേഹത്തിന് ഇല്ലാത്തത് കാരണവും കൂടി, ഈ 2 കാരണം കൊണ്ടും ഈ ജരാസന്ധനെ ഇവിടെ വധിക്കുന്നില്ല. ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്ന സൈന്യബലത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം കേട്ടാൽ തന്നെ ജരാസന്ധൻ്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും. മഹാഭാരത യുദ്ധത്തിൽ 2 പക്ഷത്തും കൂടി 18 അക്ഷൗഹിണി സൈന്യം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ജരാസന്ധൻ ഓരോ പ്രാവശ്യം യുദ്ധത്തിന് വരുമ്പോൾ 23 അക്ഷൗഹിണി സൈന്യം കൊണ്ടാണ് വരിക. അങ്ങനെ 16 പ്രാവശ്യം വന്നു വെച്ചാൽ ഒന്ന് കൂട്ടിയോക്കൂ, 23 ഗുണം 16 അല്ലെ, 391 അക്ഷൗഹിണി സൈന്യം ആ ഭഗവാൻ ഇവിടെ വധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിരായുധനായി നിന്നുവെച്ചാൽ അത് ഭഗവാന്റെ വീക്ക്നെസ്സാണ്, ദൗർബല്യമാണെന്ന് ആരും കരുതരുത്. ഭഗവാന് യുദ്ധം ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, 391 അക്ഷൗഹിണി സൈന്യം ഇവിടെ നശിപ്പിച്ച ആളാ. അവിടെ 2 പക്ഷത്തും കൂടി 18 ഉള്ളൂ. ആ കൗരവ പക്ഷത്ത് ആകെ 11 ഉള്ളൂ. ഭഗവാൻ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എല്ലാ കാര്യത്തിനും ഭഗവാൻ ചെയ്യണ ഓരോ കർമ്മത്തിനും ഒരു ഉദ്ദേശമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അതിനനുസരിച്ചാണ് ചെയ്യണമെന്ന് അർത്ഥം. എന്തായാലും ജരാസന്ധൻ കൊണ്ടുവരണ ആ ദുഷ്ടന്മാരെ എല്ലാവരെയും നിഗ്രഹിക്കും, ജരാസന്ധനെ വെറുതെ വിടും. ഇങ്ങനെ പോയി
17 പ്രാവശ്യം കഴിഞ്ഞു. പിന്നീട് അവിടെ ഈ ജരാസന്ധന്റെ പ്രേരണയാൽ തന്നെ വന്നത് കാലയവനൻ എന്ന് പറയുന്ന ഒരു വിദ്വാനാണെന്നാ പറയുക. ഭഗവാനോട് ദ്വേഷമായിട്ടാണ് വരുന്നത്. ഈ പുരാണ കഥകളിലൊക്കെ പറയും, ഭഗവാന് നാമകരണം ചെയ്ത ആ മഹാഋഷിയായിട്ടുള്ള ആ സജ്ജനമായിട്ടുള്ള ഗർഗരുടെ പുത്രനാണത്രേ ശരിക്കും ഈ കാലയവനൻ. അദ്ദേഹത്തിന് പക്ഷേ ഭഗവാനോട് യുദ്ധം ചെയ്യാനുള്ള ഭാവമാണ് ഉണ്ടായത്. നോക്കൂ, അച്ഛനമ്മമാര് നല്ല രീതിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ പുത്രന്മാർക്ക് ആ ഒരു രീതിയിലുള്ള ഭാവമല്ല വരിക. അവർ ചിലപ്പോൾ ദുഷ്ടന്മാരായി തീരാം. അത് പൂർവ്വജന്മത്തിലെ ആ കർമ്മം കൊണ്ടാവാം, പല കാരണമാവാം. എന്തായാലും ആ മഹാസാധ്വിയായിട്ടുള്ള ഗർഗാചാര്യര് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഈ യവനന് ഭഗവാനോട് ദ്വേഷം വെക്കാനാണ് തോന്നിയത്. പക്ഷേ ഭഗവാൻ ശ്രദ്ധിച്ചപ്പോൾ ജരാസന്ധന്റെ പറഞ്ഞ പോലെയാ, ഇദ്ദേഹത്തിനും അതേ തൻ്റെ കൈകൊണ്ട് മൃത്യു വരിക്കാനുള്ള യോഗമില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഈ യവനനാണെങ്കിൽ പറയുന്നു ഇവിടെ 3 കോടി അത്ര സൈന്യബലം കൊണ്ടാണ് അത്രേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി മധുരയ്ക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ഭഗവാന് തോന്നി തൻ്റെ ലീലയുടെ ഇടയിൽ ആ പ്രജകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അല്ലേ. 3 കോടി ആ സൈന്യമൊക്കെ കൊണ്ടുവന്നു, അവർ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന മധുരാവാസികൾ അവർക്കത് ബുദ്ധിമുട്ടാവും. അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ തൻ്റെ ആ ജ്ഞാനദൃഷ്ടിയിൽ ആ കടലിൻ്റെ നടുക്ക്, പാലാഴിയുടെ നടുക്ക് ഭഗവാൻ വസിക്കുന്നത് പോലെ ഇവിടെ ആ കടലിൻ്റെ നടുക്ക് തൻ്റെ ആ ഒരു ജ്ഞാനദൃഷ്ടിയിൽ ഭഗവാൻ ഒന്ന് കാണുക ചെയ്തുള്ളൂ. പെട്ടെന്ന് അവിടെ ഒരു പുരി ഉണ്ടായി എന്നാണ് പറയണത്. ഒരു നഗരം അവിടെ ആ കടലിൻ്റെ നടുക്ക് ഉണ്ടായി. അതാണ് ദ്വാരക. ആ ദ്വാരകയിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഈ മധുരാവാസികളെല്ലാം മാറ്റി പാർപ്പിച്ചു. അവർക്കുള്ള ആപത്ത് അവിടെ ഒഴിച്ചു. കാരണം എന്താ? അവർ തന്നെ ആശ്രയിച്ചിരിക്കണവരാ. അപ്പോൾ അവർക്കൊരു ആപത്ത് ഉണ്ടാവാൻ പാടില്ല. അതും തൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ഭാവത്തിൽ അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു. അതിനുശേഷം ഈ യവനൻ തൻ്റെ നേർക്ക് വരിക എന്ന് കണ്ടപ്പോൾ ഭഗവാൻ, ഇതാണ് തൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഇവന് യോഗമില്ല. അത് കാരണം ഭഗവാൻ എന്ത് ചെയ്തു? പേടിച്ചവനെ പോലെ ആ മധുരയിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതും ഭഗവാന്റെ ലീലയാണ്. ഈ വികാരങ്ങൾക്കൊന്നും അധീനനല്ല ഭഗവാൻ, നിർഗുണ പരബ്രഹ്മ. കഴിഞ്ഞ ദശകം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഗ്രഹം വിധിച്ചിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് താനും ആടണമല്ലോ. ഈ നാടകം താൻ രചിച്ചതാണെങ്കിലും തനിക്കും അതിലൊരു റോളുണ്ട്. അതിനനുസരിച്ച് താൻ ആടണ്ടേ. അതിനുവേണ്ടി ഭഗവാൻ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. യവനൻ പിന്നാലെ ഓടി 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 ഭഗവാൻ ഒരു ഗുഹയുടെ ഉള്ളിൽ ചെന്നു. ഗുഹയുടെ ഉള്ളിൽ ചെന്നപ്പോൾ യവനനും പിന്നാലെ ഓടി. ഗുഹേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ യവനന് ഭഗവാനെ കാണാനില്ല. പകരം അവിടെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ട് ഒരാൾ, ഒരു മഞ്ഞപ്പട്ടൊക്കെ പൊതിച്ചും കൊണ്ട്. അപ്പോൾ ഭഗവാൻ മഞ്ഞപ്പട്ടാണ് ഉടുത്തിട്ടുള്ളതെന്ന് ഈ യവനൻ അറിയാം. ഓടുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ഭഗവാനെ നേരിട്ട് കാണാനും കൂടിയുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല കേട്ടോ. അത്ര പോലും സുഹൃതല്ല എന്നർത്ഥം. ഭഗവാൻ തിരിഞ്ഞു ഓടണ ആ ഭഗവാന്റെ പിൻവശം മാത്രമേ ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുള്ളൂ. പീതാംബരം ഉടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ നോക്കുമ്പോൾ അതേ ഒരു മഞ്ഞപ്പട്ട കാണുന്നത്. ആഹാ, എന്നെ ഇവിടെ കബളിപ്പിച്ച് ഓടി വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുകയാണോ എന്നുള്ള ഭാവത്തിൽ ആ കിടന്നുറങ്ങണ അദ്ദേഹത്തിന് ഒരു ചവിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ ഉറങ്ങണ ആ മഹാത്മാവ് എണീറ്റു, കണ്ണങ്ങോട്ട് തുറന്നപ്പോഴേക്കും എന്തുണ്ടായി? മുന്നിൽ നിൽക്കണ ഈ യവനൻ അവിടെ ഭസ്മമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് പറയുമ്പോഴാണ് പിന്നീട് പറയുന്നത്, ഇക്ഷ്വാകു വംശത്തിലുള്ള മാന്ധാതാവിൻ്റെ പുത്രനായിട്ടുള്ള മുജുകുന്ദൻ എന്ന് പറയുന്ന യോദ്ധാവായിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം ഈ ദേവന്മാരെയൊക്കെ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ സഹായിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ യുദ്ധകലയുടെ പ്രാവീണ്യം കാരണം ദേവന്മാർ ഇദ്ദേഹത്തിനെ ആശ്രയിച്ചിട്ട് ഇദ്ദേഹം സ്വർഗലോകത്ത് പോയിട്ട് യുദ്ധത്തിന് കൂടെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനേകം വർഷം യുദ്ധം ചെയ്തതിന് ശേഷം ഉറക്കമൊന്നുമില്ല അദ്ദേഹത്തിന്, ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായി. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊന്ന് ഇനി വിശ്രമിക്കണം എന്ന് പറഞ്ഞു. കുറേ കാലമായില്ലേ യുദ്ധം ചെയ്യണം, അപ്പോൾ എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവന്മാരവിടെ അനുഗ്രഹിച്ചു, ചെന്നോളൂ, ഭൂമിയിൽ ചെന്ന് വിശ്രമിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെ പോരാ, എനിക്ക് നല്ല സുഖമായിട്ടൊന്ന് വിശ്രമിക്കണം. എന്നെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണ് തുറന്ന് അവരെ മുന്നിൽ കാണുമ്പോൾ അപ്പോഴേക്കും അവർ ഭസ്മാവണം എന്നൊരു വരം അദ്ദേഹം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ മുജുകുന്ദനെയാണ് ഇവിടെ യവനൻ വന്ന് ചവിട്ടുന്നത്. അപ്പോൾ മുജുകുന്ദൻ ആരാന്നും ഇദ്ദേഹത്തിന് കിട്ടിയ വരത്തിനെ കുറിച്ചും യവനന്റെ സുഹൃതത്തിനെ കുറിച്ചും ഇതൊക്കെ അറിയുന്ന ആൾ ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് കാരണമാണ് ഇങ്ങനെ ഒരു ലീലയാടിയതെന്നാ പറയാ. അപ്പോൾ ആ മുജുകുന്ദൻ കണ്ണ് തുറന്നപ്പോൾ യവനൻ അവിടെ ഭസ്മായി. പക്ഷെ മുജുകുന്ദൻ അറിഞ്ഞില്ല എന്നാണ്, ആരെയാണ് താൻ ഭസ്മാക്കിയെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ആ സമയത്താണ് ഭഗവാൻ അങ്ങോട്ട് വന്നത്.
ഭഗവാനെ കണ്ടപ്പോഴും മനസ്സിലായില്ല എന്നാണ്. ഭഗവാന്റെ തേജസ്സൊക്കെ കണ്ടപ്പോൾ ഒരു മഹാപുരുഷനാണെന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിലും ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഭഗവാൻ പറയുകയാണ് താൻ ആ വസുദേവപുത്രനായിട്ടുള്ള കൃഷ്ണനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഭഗവാൻ തന്നെയാണ്. ഇവിടെ ഭഗവാനെ ആശ്രയിക്കുകയാണ്. ആ രാജാക്കന്മാർ ആഗ്രഹിക്കണ പോലെയുള്ള സമ്പത്തോ പ്രൗഢിയോ അല്ലെങ്കിൽ ഇനിയും രാജ്യം വിസ്തീർണം വരുത്തണമെന്നോ അത് കാരണം യുദ്ധം ചെയ്യണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഇനി എനിക്ക് ആ ഭഗവാനെ ആശ്രയിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. നിസ്വാർത്ഥമായിട്ട് ഞാൻ അങ്ങയുടെ പാദത്തിൽ അവിടെ ആശ്രയിക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. മുക്തിക്ക് തുല്യമായ ഭക്തി ആദ്യം കൊടുക്കണു, അങ്ങ് പോയി തപസ് ചെയ്യൂന്ന. കാരണം രാജാവ് എന്നുള്ള ഭാവത്തിൽ അനേകം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നത് കാരണം അനേകം ഹിംസകൾ ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുണ്ടായിട്ടുണ്ട്. ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും ഹിംസകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഹിംസയിൽ നിന്ന് ആ ഒരു പാപത്തിൽ നിന്ന് മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ തപസ് ചെയ്യാൻ മാത്രമേ ആ ഒരു വഴിയുള്ളൂ. അത് കാരണം അങ്ങ് ഭക്തിയോടുകൂടി തപസ് ചെയ്തോളൂ. അങ്ങക്ക് ആ സമയമായി കഴിഞ്ഞാൽ, വൈകുണ്ഠത്തേക്ക് എത്താനുള്ള സമയമായി കഴിഞ്ഞാൽ അങ്ങക്ക് മോക്ഷവും കൂടി ഞാൻ പ്രദാനം ചെയ്യണു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ അവിടുന്ന് മറയണത്. തിരിച്ചു മധുരയിലേക്ക് വന്ന് ആ യവനന്റെ സൈന്യത്തിനെ മുഴുവൻ അവിടെ നിഗ്രഹിച്ചു. 3 കോടി വരുന്ന ആ സൈന്യത്തിനെ പേടിച്ചിട്ടാണ് ഭഗവാൻ ഓടിയച്ച തിരിച്ചു വന്ന് നിഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഓർക്കണം, യവനന് ഇങ്ങനെ ഒരു രീതിയിലാണ് മൃത്യു താൻ വിധിച്ചിട്ടുള്ളത്. അപ്പൊ അത് നടക്കണം എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഓടിയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ യവന സൈന്യത്തിനെ മുഴുവൻ നിഗ്രഹിക്കണു. എന്നിട്ട് അപ്പോൾ ഭഗവാൻ പിന്നെ തിരിച്ച് ദ്വാരകയ്ക്ക് പോകാൻ പുറപ്പെടുമ്പോൾ വീണ്ടും ജരാസന്ധൻ വന്നു സൈന്യവുമായിട്ട് യുദ്ധത്തിന്. ഇപ്പൊ തോന്നി ഭഗവാന് കുറച്ചൊന്ന് അഹന്ത കൂട്ടിക്കൊടുക്കാന്നാണ്. ഭാവിക്ക് ആവശ്യം വരുന്ന ഭഗവാൻ തന്നെ അറിയാം. അഹങ്കാരികൾക്ക് അഹങ്കാരം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവർക്ക് ഐശ്വര്യം കൊടുക്കും. അങ്ങനെ ഐശ്വര്യം കിട്ടുന്ന സമയത്ത് ഭക്തന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഐശ്വര്യത്തിനെയും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കും. അഹങ്കാരികളാണെങ്കിൽ അവരുടെ അഹങ്കാരം ഒന്നും കൂടി വർദ്ധിക്കുക ചെയ്യുക. ഈ രീതിയിൽ ഇത്തവണ അയാൾ ജയിച്ചോട്ടെ എന്നുള്ള ഭാവത്തിൽ പേടിച്ചവനെ പോലെ വീണ്ടും ഭഗവാൻ ഓടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓടി ഭഗവാൻ ദ്വാരകയിൽ അവിടെ മറഞ്ഞു. ഭഗവാൻ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി, ബലരാമനും ഭഗവാനും കൂടി അവിടേക്ക് കയറി. ആ കുന്ന് മുഴുവൻ അദ്ദേഹം ചുട്ടു. ആ ഭഗവാൻ മരിച്ചു എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് തിരിച്ച് ജരാസന്ധൻ പോയത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നു ഭഗവാൻ പരാജിതനെ പോലെ അവിടുന്ന് പലായനം ചെയ്തു, എന്നിട്ട് ദ്വാരകയിൽ വന്ന് വസിച്ചു. അങ്ങനെ ആ ജലധി നഗരിയായിട്ടുള്ള ആ ദ്വാരകയിൽ വന്ന് വസിച്ച് അവിടെ നിന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച ഹേ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത്. നമുക്കും അതേ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. അനേകം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ ദശകത്തിൽ. അതിൻ്റെ ആന്തരികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നും കൂടി നോക്കുമ്പോഴാണ് ശരിക്കും ഈ കഥകളൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം പൂർണ്ണമാവുക എന്ന് തോന്നുന്നു. അത് കാരണമാണ് ഇത്ര വിസ്തരിച്ചത്. എന്തായാലും ഈ ദശകോദയ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സൈരന്ധ്രാസ്തദനുചിരം സ്മരാതുരായ യാതോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദദതിം മുദാ രഹസിതാം രമയാഞ്ച കൃഷേ സുഖം. പൃഷ്ടാവരം പുനരസാവവൃണോദ്വരാകി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു. സായുജ്യമസ്ത്വിതി വദൻ ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യവിനാബ്രവീത് കിം. തതോ ഭവാൻ ദേവനിശാസു കാസു ചിന്മൃഗീദൃശം ത്വാം നിഭൃതം വിനോദയൻ. അദാതുപശ്ലോക ഇതി ശ്രുതം സുതം സനാരദാത് സത്വദതന്ത്രവിദ്ബഭൗ. അക്രൂരമന്ദിരമിതോധ ബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന. ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. വിഘാദാജ്ജാമാതു പരമസുഹൃദോ ഭോജനൃപദേ ജരാസന്ധേരുന്ധത്യനവധിരുഷാന്ധ്യഥ മധുരേ. രഥാദ്യോർലബ്ധൈ കതിഭയബലസ്ത്വം ബലയുതം ത്രയോവിംശത്യക്ഷൗഹിണി തദുപനീതം സമഹൃഥാ. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വാം ഭൂയോ ബലോദ്യമരസേന മുമോചിതേന.
നിശേഷദിഗ്ജയ സമാഹ്വയ വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തദാനീം ഭഗ്നസ്സലഗ്നഹൃദയോऽपि നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വയേവ അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈകനവതിത്രിശതം തദാനീം അഷ്ടാദശസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധയവനേ യവനത്രികോട്യാം ത്വഷ്ട്രാ വിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥ യോഗബലതഃ സ്വജനാനനൈഷീ പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേന്യലൈഷി സുപ്തേനാഘ്രാഹതേന ദ്രുതമഥമുചുകുന്ദേന ഭസ്മീകൃതസ്മിൻ ഭൂപായാസ്മൈ തഥൈവ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ ഐക്ഷ്വാകോऽഹം വിരക്തോऽസ്മ്യഖില നൃപസുഖേ त्वत्प्रसादैककाङ्क्षी हा देवेदि स्तुवन्दं वरमिदति श्रुतं निःस्पृहं वीक्ष्य हृष्यन् मुक्तेस्तुल्यां च भक्तिं धुतसकलमलां मोक्षमप्याशु दत्त्वा कार्यं हिंसा विशुद्ध्यै तप इति च तदा प्रार्थलोकप्रदीत्यै തദനു മധുരാം ഗത്വാ ഹത്വാ ച മും യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യേ പുരേവ നിവാരിത ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരിം യാതോ വാതാലയേശ്വര പാഹി മാം. ഗുരുവായൂരപ്പ ശരണം.